അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പക്ഷേ ആരും കാണില്ല, എനിക്ക് കഴിയില്ല എന്ന ഭയം ഉണ്ടോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരൊക്കെ സീറോ എന്ന സബ്സ്ക്രൈബിൽ നിന്നാണ് തുടങ്ങിയത്. ആദ്യ വീഡിയോയിൽ വ്യൂസ് കുറവായിരിക്കാം, ലൈക്ക് കുറവായിരിക്കാം. പക്ഷെ നമ്മൾ തുടർച്ചയായി ശ്രമിക്കുന്നവരാണ് നമുക്ക് വിജയം കിട്ടുക. അൽഹംദുലില്ലാഹ്, നമ്മുടെ ചാനൽ 3000 സബ്സ്ക്രൈബ്സ് ആയി. എന്നെ പിന്തുണച്ച ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ 3000 എന്നത് ഒരു നമ്പർ മാത്രമല്ല, എൻ്റെ സ്വപ്നത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ്. ഇനിയും നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, എനിക്കുണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ വെറുതെ സമയത്ത് നമുക്ക് ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ നമുക്ക് എന്തായാലും ഒരു ഫ്രീ ടൈം ആയിട്ട് കിട്ടുമല്ലോ. ആ സമയത്ത് നമ്മൾ ഈ ഫോണിൽ യൂട്യൂബിൽ വീഡിയോസും അതേപോലെ ഷോർട്സും അതേപോലെ നമ്മൾ വേറെ എന്തിനെങ്കിലുമൊക്കെ നമ്മൾ വെറുതെ നമ്മളെ സമയം വേസ്റ്റാക്കി കളയുമല്ലോ. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ ഇടാം. അതുപോലെ തന്നെ ഇപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ കാരണം നമുക്ക് ചിലപ്പോൾ കടങ്ങളുണ്ടാവാം, ലോൺ ഉണ്ടാവാം, ഞാൻ പറഞ്ഞല്ലോ പണമില്ലാത്തവരുടെ അവസ്ഥ, അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിനി. നമുക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങാൻ നമ്മളെ കയ്യിലില്ലെങ്കിൽ അതൊക്കെ അറ്റ്ലീസ്റ്റ് നമ്മളെ ഫോണിക്ക് ഓരോ മാസത്തിൽ നമുക്ക് പൈസ കയറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളെ കയ്യിൽ പൈസ വേണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ തന്നെ ചെറിയൊരു ഏണിങ്സ് ഉണ്ടാക്കുക അറിയണത് അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് മുഖം കാട്ടാതെ ഇടാനേക്കാരം അധികം ആൾക്കാർക്കും ആഗ്രഹം. എന്നാൽ ചിലർക്ക് മുഖം അങ്ങനെ വീഡിയോ ഇടുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ഔറത്ത് മറക്കുക, അതാണ് മെയിനായിട്ടുള്ളത്. കാരണം നമുക്ക് നമ്മളെ സിറ്റുവേഷൻ നമുക്ക് മാത്രമുള്ളല്ലോ അറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എന്താണോ, നമുക്ക് ഏത് മേഖലയിലാണോ കഴിവ് എന്നുള്ളത് അത് നമ്മളെ കഴിവിനെ നമ്മൾ വളർത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യ വീഡിയോ പെർഫെക്റ്റ് ആകണമെന്നില്ല, പക്ഷെ അത് അപ്ലോഡ് നമ്മൾ ചെയ്യണം. നമ്മളൊരു സമയത്ത് ഞാൻ ഇന്ന കണ്ടൻറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം. കാരണം നമ്മൾ ഒരു ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തു, രണ്ടാമത്തെ ദിവസം നമുക്ക് മടിയായി, അല്ലെങ്കിൽ നമ്മൾ ഇനി മുതൽ ഞാനൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്യും പറഞ്ഞിട്ട് 2-3-4 ദിവസമൊക്കെ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്ത് പിന്നെ നമ്മളെ കൂടപ്പിറപ്പായ മടി നമ്മളിലേക്ക് കടന്നു വരും. പക്ഷെ നമ്മൾ അത് പെർഫെക്റ്റായി തുടങ്ങുക, അതിലാണ് നമ്മളെ വിജയം. മൻജദ്ദ വജദ്ദ, പരിശ്രമിച്ചാൽ വിജയമുണ്ട്. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പം എൻ്റെ ചാനലിൽ നിങ്ങൾ കണ്ടല്ലോ, സബ്സ്ക്രൈബ്സ് ആയി 3000 സബ്സ്ക്രൈബ്സ് ആയി. 3000 നമ്മളെ ഫാമിലിയിൽ 3000 അംഗങ്ങളായി. അൽഹംദുലില്ലാഹ്, ഞാനിന്ന് വളരെയധികം സന്തോഷവതിയാണ്. പക്ഷെ അദ്ദേഹത്തിന് എനിക്ക് ആനക്കുട്ടി കുറേ പൈസ ഒന്നും കിട്ടണില്ല കേട്ടോ. എന്നാലും അൽഹംദുലില്ലാഹ് കിട്ടിയിട്ടില്ല, ഇതുവരെ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല. കിട്ടിയാൽ നിങ്ങളെന്തായാലും ഞാൻ വിവരം അറിയിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളെ സമയത്ത് എന്തെങ്കിലും ഒരു വീട്ടിലിരുന്ന് കണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഏണിങ്സ് തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും വൈകിക്കണ്ട, യൂട്യൂബ് തുടങ്ങിക്കോളി. പക്ഷേ യൂട്യൂബിൽ നല്ലോണം പൈസ കിട്ടും അങ്ങനെയൊന്നും വിചാരിച്ച് കരുതരുത്. അതൊക്കെ ഓരോരുത്തരുടെ സ്കില്ല് പോലെ ഇരിക്കും. ഇപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ട് ഫലം കിട്ടിയ കാര്യങ്ങളും ഇസ്ലാമികപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പിന്നെ എന്നോട് ഷെയർ ചെയ്ത മറ്റുള്ളവരുടെ അവരുടെ സമ്മതപ്രകാരം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ കരുതിയിരിക്കണത്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും നല്ലൊരു ഏണിങ്സ് മാർഗം ഉണ്ടെങ്കിൽ അതിലേക്കും പോകാം.
എനിക്ക് ഇപ്പോൾ പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ടും പല കാരണത്താലുകൊണ്ട് അതൊന്നും പറ്റാത്തത് കൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഈ ഒരു മാർഗം തിരഞ്ഞെടുത്തത്. കാരണം പിന്നെ ആരും നമ്മൾക്ക് 10 പൈസ നമ്മൾ ചോദിച്ചാൽ ആരും തരൂല. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഏണിങ് ചെയ്ത് ഉണ്ടാക്കി തന്നെ വേണം. അതാണ് ഇപ്പോഴത്തെ കാലം. ചിലർ നമ്മളെ കുറ്റം പറയണവരുണ്ടാവും, എന്തിനാ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതാക്കണത്. പക്ഷെ ആ പറയുന്ന ഒരു വ്യക്തി നമ്മളെ കടങ്ങൾ തീർക്കാനോ ലോണ് വീട്ടാനോ നമ്മളെ ഫോണിലേക്ക് പൈസയോ അവരാരും ഇട്ടരില്ല. ഇപ്പം എൻ്റെ ഫോണിലൊക്കെ എന്ന് പൈസ കഴിഞ്ഞതാണെന്നറിയോ? എൻ്റെ ഫോണിൽ പൈസ ഇല്ല, പക്ഷെ അത് ജിയോ ആവുകൊണ്ട് 3 മാസം വരെയെങ്കിലും പോകും. എന്നാൽ വഡാഫോണ് ആ VI ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് പൈസ കഴിഞ്ഞാൽ അതിൻ്റെ നാളല്ല അതിൻ്റെ പിറ്റേന്നൊക്കെ ആയിട്ട് അത് കട്ടാകും. പിന്നെ ആര് വിളിച്ചാലും കിട്ടില്ല. അത് ഇങ്ങോട്ട് കോൾ വരുന്നുണ്ട്, അത് നിൽക്കാനാവുമ്പോൾ കയറ്റാൻ കരുതി നിൽക്കണം. കാരണം നമ്മളെ കയ്യിൽ പണമില്ല. അതില്ലാത്തവർക്ക് എത്രത്തോളം അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. അതൊരു ഇതാണ് അറിയില്ലേ, അത് മനസ്സിലാവുള്ളൂ. പക്ഷേ അതൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ നമ്മളെ കുറ്റം കണ്ടെത്താനും ഇതൊക്കെ ഇതാക്കണമല്ലേക്കാരം. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആദ്യം വീഡിയോ നമുക്ക് അത്ര പെർഫെക്റ്റ് ആണല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ എനിക്ക് പെർഫെക്റ്റ് ആണോ എന്നൊക്കെ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ലൈഫിൽ നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ളവരുടെ അങ്ങനെ ഓരോട് ചോദിച്ചിട്ട് പറയുമ്പോഴും ഉള്ളതാണല്ലോ പറയണത്, ഇല്ലാത്തത് നമ്മൾ പറയണില്ലല്ലോ. അപ്പോൾ ആ ഒരു മനസ്സുഖം അത്ര. അപ്പോൾ ആ മനസ്സുഖം നല്ലോണം ഉണ്ട് കേട്ടോ. പിന്നെ എന്തായാലും നമ്മൾ പരിശ്രമിച്ചതിന് ചെറിയ വിജയം നമുക്കുണ്ട്. ഇപ്പം അൽഹംദുലില്ലാ പറഞ്ഞല്ലോ 3000 മെമ്പേഴ്സായി നമ്മളെ ഫാമിലിയിൽ. അതും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ നിങ്ങളെയും പങ്കുവെക്കുന്നു. നിങ്ങളുടെ ഓരോ സപ്പോർട്ട് കൊണ്ടുമാണ് നമ്മൾ ഇങ്ങനെ, നിങ്ങളെ ഓരോ പിന്തുണയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഞാൻ ഒരിക്കലും കരുതിയിട്ടുണ്ടായില്ല എൻ്റെ ചാനൽ ഇത്ര പെട്ടെന്ന് എല്ലാം ചെയ്യും എന്നുള്ളത്, മോണിറ്റൈസ് ആവുന്നു, ഇങ്ങനെ ഏർണിങ്സ് വരാൻ തുടങ്ങുന്നൊന്നും. ചെറിയ ഇനി നിങ്ങൾക്ക് ആ ഏർണിങ്സിനെ കുറിച്ചിട്ട് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ ചെയ്തു തരണ്ടേ. എനിക്ക് യാതൊരു മടിയില്ല നിങ്ങളോട് പറയാൻ. കാരണം എന്താ വെച്ചാൽ നിങ്ങളാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഓരോ വീഡിയോക്കും എത്ര ഏർണിങ്സ് കിട്ടുന്നുണ്ടെന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡാക്കിയിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരും. അത് അങ്ങനെയാണ് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. കാരണം ഞാനൊരു ഹാപ്പിയാണ് വെച്ചാൽ ഇനി എൻ്റെ ഫോണിക്കെങ്കിലും പൈസ കയറ്റാൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യട്ടോ എനിക്ക് വേണ്ടിയിട്ട്. ഒരു തുള്ളി പെരുവെള്ളം പറയും പോലെ ചെറിയ ഏർണിങ്സ് ആണല്ലോ നമുക്ക്. നമ്മളെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആരോടും ചോദിക്കാതെ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ഒരു സഹായം നമ്മളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കാനും കഴിയുകയെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾക്കും കഴിയും. നിങ്ങളും എന്തെങ്കിലും, കാരണം ഈ വീഡിയോ കാണുന്ന പലരും ഒന്നും ചെയ്യാതെ വീട്ടിൽ ഇരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് പറ്റിയൊരു മാർഗം തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത്. ആദ്യം നമ്മൾ കണ്ടൻറ്റ് കണ്ടെത്തണം, ഇഷ്ടപ്പെട്ട കണ്ടൻറ്റ്. അപ്പോൾ ഞാൻ ഇസ്ലാമിക് കണ്ടൻറ്റ് ഫോക്കസ് ചെയ്തു. നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോ ആവാം, അങ്ങനെ ഇപ്പോൾ സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. അങ്ങനെ പല രീതിയിലുള്ള പല മാർഗങ്ങൾ നമുക്ക് തുടങ്ങാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. എനിക്കറിയണ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട്. എനിക്കിപ്പോൾ കുറച്ചൊക്കെ ഒരു ധാരണ ഉണ്ട് ചോദിച്ചാലുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് കുറേ വീഡിയോസ് യൂട്യൂബ് ചാനൽ എങ്ങനെ തുടക്കക്കാർക്ക് എങ്ങനെ ചെയ്യാം അങ്ങനത്തെ ഓരോ വീഡിയോസും കണ്ടിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ ചെറിയ കാര്യങ്ങൾ, കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്കറിയാൻ അറിയാത്തത് ഞാൻ വീണ്ടും യൂട്യൂബിൽ നോക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മോണിറ്റൈസിന് അപ്ലൈ ചെയ്തപ്പോൾ ഈ വോയിസ് ഓവർ എടുത്തുകൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു നിയമം ഉണ്ട് തോന്നുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ മുഖം കാണിച്ച് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് പോസിബിൾ അല്ലാത്ത കാരണം കൊണ്ട് ഞാനത് അൺലിസ്റ്റിലിട്ട് റീയൂസ്ഡ് കണ്ടൻറ്റ് കിട്ടിയപ്പോൾ റീയൂസ്ഡ് കണ്ടൻറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാരണം ഇങ്ങനത്തെ ഒരുപാട് ചാനലുണ്ടല്ലോ.
അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക. എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ ചെയ്തു. അപ്പോൾ ശരിയായിക്കണു, അൽഹംദുലില്ലാ. ഇനിയെങ്കിലും എന്നെക്കൊണ്ട് എല്ലാവരും എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ കഴിയട്ടെ. ഇതിൽ നിന്ന് ഫസ്റ്റ് ഏണിങ്സ് കിട്ടിയാലൊക്കെ ഞാൻ നിങ്ങളോട് പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ എന്നോട് ചോദിച്ചോളി. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചിന് ഇസ്ലാമിക് കണ്ടൻറ്റ് പറഞ്ഞാൽ, കാരണം നമ്മളെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം എത്തി നോക്കുക നമ്മളെ കയ്യിലുള്ള അദ്കാറുകൾ, പുസ്തകങ്ങൾ, അങ്ങനെയൊക്കെ കാരണം യൂട്യൂബിൽ വീഡിയോസ് ഓരോ ഉസ്താദുമാർ പറയണതൊക്കെ നമ്മൾ കേൾക്കും. ഞാൻ അങ്ങനെയൊക്കെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫലവും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഫലം ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് അതിനുള്ള സൊല്യൂഷൻസ്, ചിലപ്പോൾ ഞാൻ അത്രക്കും ഭയങ്കര ഇടങ്ങേറായി ബുദ്ധിമുട്ടായിരിക്കണ ഒരവസ്ഥയെക്കാരം അതൊന്നൊക്കെ എനിക്കൊരു കരകയറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ എൻ്റെ സഹോദരിമാർ, എൻ്റെ ഉമ്മ, ഉപ്പ, ഇവരൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്യുക, ഞങ്ങൾക്ക് പണം കൊണ്ടോ ഒന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ റാഹത്താണ്. അതിനുള്ള ഒരു അതിനുള്ള ഒരു നിശ്ചിത പരിഹാരം ഞങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. പരിഹാരം ചിലപ്പോൾ കുറച്ച് വൈകാം, എന്നാലും മനസ്സിക്കൊരു സുഖം ഉണ്ടാവുമല്ലോ, ഒരു മനസ്സുഖം പറയില്ലേ, അതുണ്ടാവും കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ഒന്നും ആരും നിസ്സാരമാക്കി കളയരുത്, ഒന്ന് ചെയ്ത് നോക്കണം. നമ്മളെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ ഈ ദിക്ർ ചൊല്ലിയാൽ നമ്മുടെ ഇത് മാറും. അപ്പോൾ അങ്ങനെ ചൊല്ലിയിട്ട് മാറിയിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ പറയും അപ്പോൾ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനുള്ള പ്രതിവിധി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മളെ ടെൻഷൻ മാറാനും നമ്മളെ ബുദ്ധിമുട്ട് നീങ്ങാനും പ്രയാസങ്ങളൊക്കെ മാറാനും നമ്മളെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനൊക്കെ ഈ ദിക്ർ സഹായിക്കും. അങ്ങനെ ഒരുപാട് ദിക്റുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിച്ചു എത്രങ്ങാനും സംഭവങ്ങളുണ്ട്, ഇതിലേതാ ഞാൻ എടുക്കുക എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ ഒന്നല്ലെങ്കിൽ ഒന്ന് നമ്മൾ എടുത്തു നോക്കി നമുക്ക് എന്തായാലും അതിനുള്ള പരിഹാരം, നമുക്ക് അതിനുള്ളൊരു വിജയം, ഫത്ഹ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. എന്തിനും ഏതിനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട് അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് എപ്പോഴും വേണം. അള്ളാഹു കൂടെയുണ്ട്. കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ എന്തിനും അള്ളാഹുവാണ്. അള്ളാഹുവിനോട് നമ്മളെ കാര്യങ്ങളൊക്കെ പറയുക, അല്ലാതെ നമ്മൾ വേറൊരാളോട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതൊരു ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടി പറത്തി വിടും, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് പണത്തിന്. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പൈസക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട്. ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു, എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തേനൊന്നും എനിക്കിപ്പോൾ എൻ്റെ സാഹചര്യം ഒക്കുന്നില്ല. അപ്പോൾ വീട്ടിലിരുന്ന് കുറച്ച് കുറച്ചൊരു ഇതുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് നീങ്ങോളം റബ്ബേ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. കാരണം ഇത് ശരിയാണോ തെറ്റാണോ, ഇതിൻ്റെ വരുമാനം എങ്ങനെയാണെന്നും എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ ലോൺ എടുത്തു പറഞ്ഞില്ലേ, കടമുണ്ട് പറഞ്ഞില്ലേ, അതൊന്നും നല്ലതല്ല. പക്ഷേ ജീവിത സാഹചര്യം മൂലം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു മാർഗ്ഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിലും, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വീടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു റാഹത്തല്ലേ. നമ്മളെ ടെൻഷന്, കാരണം ഓരോ മാസം നമുക്ക് എത്തുമ്പോൾ ഓരോ ടെൻഷനാണ് അല്ലേ. അത് ചിലർക്കൊക്കെ അറിയാം. ഇപ്പോൾ വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയുണ്ടാകും. ഇന്ന സമയം വരുമ്പോൾ, അതേപോലെ നമ്മൾ ലോൺ അടക്കാനൊക്കെ ആ സമയം വരുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. റബ്ബേ, ഇന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, നമ്മളെന്താ കാട്ടുക. അപ്പോൾ നമ്മളെന്താട്ടും, അപ്പുറത്തുനിന്ന് കടം വാങ്ങും. എന്നിട്ട് ആ കടം വാങ്ങിയത് പിന്നത്തെ പൈസ കിട്ടുമ്പോൾ പിന്നെ അവർക്ക് കൊടുക്കും. അപ്പോൾ അതിന് പിന്നെ ഇത് അടക്കാനാവും. ഒരു മാസമൊക്കെ എത്ര പെട്ടെന്നാണ് കഴിയുക.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെ ഫീസ് അടക്കാൻ അങ്ങനത്തേനൊക്കെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ആരും ഇന്നത്തെ കാലത്ത് ആരും സഹായിക്കാൻ നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ പൈസ തരും, പക്ഷെ അതൊക്കെ നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് സത്യം തന്നെയാണ്, അവരും നയിച്ചിട്ട് തന്നെയാണ് കിട്ടുക. പക്ഷെ നമുക്കൊരു സാമ്പത്തിക ശേഷി കുറവായതുകൊണ്ട് തന്നെ നമ്മളും അതിനുള്ള പക്ഷെ നമ്മൾ എന്താ പറയുക, ഒരു റാഹത്ത് കിട്ടണില്ല. അത് ഞങ്ങൾക്ക് പറഞ്ഞു തരാത്ത തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. കാരണം ഒരു ചുറ്റുപാട് കഴിഞ്ഞാൽ മറ്റൊരു ചുറ്റുപാട്, ഒരു ചുറ്റുപാട് കഴിഞ്ഞാൽ മറ്റൊരു ചുറ്റുപാട്, അങ്ങനെ എന്താ പറയുക, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റൽ കേസ് അങ്ങനെ വരുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ വെറുതെ നിൽക്കണ്ട, എന്തെങ്കിലുമൊക്കെ ഒരു ഏണിങ്സ് ഇപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റണത് ഇപ്പോൾ ഇതാണുള്ളത്. എനിക്ക് ഇതാട്ടോ പറ്റിയത്. കാരണം ഞാൻ മിനിഞ്ഞാന്നത്തെ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിനി, ഓൺലൈനായിട്ട് അങ്ങനെ ചെയ്തിട്ട് എനിക്ക് എന്നെ കുറേ അങ്ങനെ അബദ്ധത്തിൽ പറ്റിയിരിക്കുന്നത്. പക്ഷേ അതിൽ എനിക്ക് എന്താ സങ്കടം വെച്ചാൽ, ഇന്നെ കയറ്റിയ ആൾക്കാരാണ് എൻ്റെ പൈസ എടുത്തിരിക്കുന്നത്. കാരണം ഓൾക്ക് ഒരു വ്യക്തിയാകാം, ഒരാളെ കൂട്ടുക എന്നുള്ള നിലയ്ക്ക് ഇന്നെ കൂട്ടും. അതിൽ എൻ്റെ ഇമെയിൽ ID, എൻ്റെ ഫോൺ നമ്പർ, എൻ്റെ OTP, അങ്ങനെ അത്രമാത്രം. അല്ലാതെ പണമൊക്കെ വലുതാണ് പോയിക്കണത്. പക്ഷെ എന്നാലും അതിലൊരു വിഷമം. അതിലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനത്തേലൊക്കെ കൂടിയിട്ടുണ്ടാവുക. എന്നിട്ട് ഞാൻ അവരോടൊക്കെ പറയും, ഇനി അങ്ങനത്തേലൊന്നും കൂടാതിരിക്കുക. ഇതുപോലുള്ള നമുക്ക് ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇനി വോയിസ് ഓവർ കൊടുത്ത് അങ്ങനെ വീഡിയോ ചെയ്താലും മതി. അതായത് നമ്മൾ മുഖം കാണിച്ചണം എന്നില്ലല്ലോ. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഓരോ തിരക്കുകളാണ്. കുട്ടികളതിൻ്റെ ഇടയിൽ കൂടി ഒച്ചുണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണ്, നമ്മളുള്ള സാഹചര്യം കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഓരോ ദിക്കറിനും ഓരോ ഖുർആനായത്തുകൾക്കും നമ്മളിപ്പോൾ എന്ത് ചൊല്ലണോ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഫലങ്ങളുണ്ട്. അതെനിക്ക് ഫലം കിട്ടിയ കാര്യങ്ങളും അനുഭവത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ വളരെയധികം സന്തോഷം. നിങ്ങൾ ഓരോ സപ്പോർട്ടിനും ഇനി നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.